നിങ്ങൾ പലപ്പോഴും കടയിൽ വീട്ടിലേക്ക് ആവശ്യമായ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ടി വി, പമ്പ് അല്ലെങ്കിൽ മോട്ടോർ ഇതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും അല്ലേ? ഫാൻ, ഫ്രൈങ് പാൻ ഇതൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടാവും. ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് നിങ്ങളോട് ചോദിക്കുന്നത് കടക്കാരൻ അല്ലെങ്കിൽ സെയിൽസ് മാനേജർ നിങ്ങളെ സമീപിച്ച് എന്തായിരിക്കും ചോദിക്കുക? എത്ര ലിറ്ററിൻ്റെ ഫ്രിഡ്ജ് വേണം? നമ്മൾ ആദ്യം തന്നെ കൺഫ്യൂഷൻ ആകും അല്ലേ? ഫ്രിഡ്ജും ലിറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഇതൊക്കെ തരണം ചെയ്ത് നിങ്ങൾ അവസാനം ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ സെലക്ട് ചെയ്യും. ആ സ്റ്റേജിലാണ് നിങ്ങളുടെ ചോദ്യം വരുന്നത്. ഇതിന് എത്ര വർഷത്തെ വാറണ്ടി ഉണ്ട്, അല്ലെങ്കിൽ എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്? ഉടനെ സെയിൽസ് മാനേജർ ഉത്തരം, സർ ഇതിന് ഗ്യാരണ്ടി ഇല്ല, വാറണ്ടിയാണ്. വീണ്ടും ക്ലാരിഫിക്കേഷൻ തരുന്നു. ഫ്രിഡ്ജ് ആണെങ്കിൽ കംപ്രസർ അല്ലെങ്കിൽ മോട്ടറിന് 10 വർഷത്തെ വാറണ്ടി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള പാർട്സിനൊക്കെ എന്താണ് വാറണ്ടി എന്ന് ചോദിച്ചപ്പോൾ സെയിൽസ് മാനേജർ ഉടനെ പറയും, ടോട്ടലി കോംപ്രഹെൻസീവ് വാറണ്ടി 1 വർഷമാണെന്ന് പറയും. ഫാമിലിയുടെ മുമ്പിൽ വെച്ച് അല്ലെങ്കിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ച് മക്കളുടെ മുമ്പിൽ വെച്ച് ഈ കോംപ്രഹെൻസീവ് വാറണ്ടി എന്താണെന്നും അല്ലെങ്കിൽ 10 വർഷത്തെ വാറണ്ടി എന്താണെന്നും എങ്ങനെയൊക്കെയാണെന്നും ചോദിക്കാനുള്ള ഒരു മടി കാരണം നമ്മളെല്ലാം തലകുലിക്ക് സമ്മതിച്ച് ഫ്രിഡ്ജ് വാങ്ങിയിട്ട് തിരിച്ചു പോരും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇനി വാറണ്ടിയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മളെല്ലാവരും അബദ്ധത്തിൽ ചാടാറുണ്ട്. ഒരു ഫ്രൈയിങ് പാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 വർഷം വാറണ്ടി. പക്ഷേ ഈ വാറണ്ടി എന്ത് കണ്ടീഷനിലാണ് നടപ്പാകുക എന്ന് നമ്മൾ ആരും ചോദിക്കാറില്ല. ഫാൻ വാങ്ങിച്ചാൽ 2 വർഷം വാറണ്ടി, ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ മോട്ടോറിന് 10 വർഷം, സോളാർ പാനൽ വാങ്ങിച്ചാൽ 25 വർഷം വാറണ്ടി. ഇതൊക്കെ കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ്. വാറണ്ടിയും ഗ്യാരണ്ടിയും എങ്ങനെയാണ് ഇവർക്ക് ഉപകാരമാവുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉപദ്രവമാവുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കി നോക്കാം. ഗ്യാരണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയ ആൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു പമ്പാണെന്ന് വിചാരിക്കാം. പമ്പ് ഉണ്ടാക്കിയ ആൾ, അതിൻ്റെ വിൽപ്പനക്കാരൻ, അതിൻ്റെ സർവീസ് പ്രൊവൈഡർ, ഇവരെല്ലാവരും കൂടി നൽകുന്ന ഒരു ഉറപ്പാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഈ ഗ്യാരണ്ടി ആണ് നമ്മുടെ ഉപകരണത്തിൽ തന്നിരിക്കുന്നതെങ്കിൽ ആ ഉപകരണം അല്ലെങ്കിൽ പമ്പ്, മോട്ടർ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഇതൊക്കെ പരാജയപ്പെട്ടാൽ, അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ, ഒന്നുകിൽ അത് പുതിയത് വാങ്ങിത്തരണം, അല്ലെങ്കിൽ പുതിയത് നിങ്ങൾക്ക് തന്നിരിക്കണം, അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും റിപ്പയർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റീഫണ്ട് നൽകിയിരിക്കണം. ഇങ്ങനെ 3 കണ്ടീഷനാണ് ഗ്യാരണ്ടി ആണെങ്കിൽ വരിക. ഉദാഹരണത്തിന് വാട്ടർ പ്യൂരിഫയർ നമ്മളത് വാങ്ങിച്ചു, അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് പൂർണ്ണമായിട്ടും അതിൻ്റെ തകരാറ് പരിഹരിക്കുകയോ അല്ലെങ്കിൽ പുതിയത് തരികയോ അല്ലെങ്കിൽ റീഫണ്ട് തരികയോ ചെയ്യണം. ഇതേപോലെയാണ് വാഷിംഗ് മെഷീൻ. ഗ്യാരണ്ടി ടൈമിലാണ് എങ്കിൽ അത് റിപ്പയർ ചെയ്ത് തരിക, പകരം തരിക, അല്ലെങ്കിൽ റീഫണ്ട് തരിക. ഇങ്ങനെയാണ് ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ നടക്കുന്നത്. വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. വാറണ്ടി ടൈമിലാണ് ഒരു ഉപകരണം നമ്മൾ വാങ്ങിച്ചിരിക്കുന്ന AC അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ തകരാറാവുന്നെങ്കിൽ അത് റിപ്പയർ ചെയ്യുകയോ അല്ലെങ്കിൽ ആ ടൈമിനുള്ളിൽ അത് മാറ്റി സ്ഥാപിച്ച് തരികയോ ചെയ്യും. ഉദാഹരണത്തിന് വാഷിംഗ് മെഷീൻ തകരാറായി വാറണ്ടി ടൈമിൽ അത് വന്ന് റിപ്പയർ ചെയ്ത് അത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറ്റി തരികയാണ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് AC കാര്യത്തിൽ കംപ്രസർ തകരാറായാലും അത് കംപ്രസർ മാറ്റി വെച്ച് റിപ്പയർ ചെയ്ത് തരും. AC ഗ്യാരണ്ടിയാണുള്ളതെങ്കിൽ AC പൂർണ്ണമായും മാറ്റി പുതിയത് തരുന്ന ഒരു സിറ്റുവേഷനാണ്. റിപ്പയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ AC പൂർണ്ണമായും മാറ്റി പുതിയത് സ്ഥാപിച്ച് തരുന്നുള്ളതാണ് ഗ്യാരണ്ടി എന്ന് പറയുന്ന കണ്ടീഷൻ സംഭവിക്കാം. വാറണ്ടിയിൽ അത് റിപ്പയർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാരണ്ടി എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മണി ബാക്ക് ഗ്യാരണ്ടിയാണ് ഒന്നുള്ളത്. അതായത് നമുക്ക് വാങ്ങിച്ച സാധനത്തിന് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ ആ എമൗണ്ട് തിരികെ നൽകുന്ന ഗ്യാരണ്ടിയാണ് മണി ബാക്ക് ഗ്യാരണ്ടി. റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാങ്ങിച്ച സാധനം സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ തിരിച്ചു കൊടുത്ത് പുതിയത് വാങ്ങിക്കുന്നതിനാണ് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. റിപ്പയർ ഗ്യാരണ്ടി ഉണ്ട്, വാങ്ങിച്ച സാധനം റിപ്പയർ ചെയ്യാനുള്ള ഗ്യാരണ്ടിയാണ് റിപ്പയർ ഗ്യാരണ്ടി. ഇനിയുള്ളത് പെർഫോമൻസ് ഗ്യാരണ്ടി. ജനറേറ്റർ, ട്രാൻസ്ഫോമർ, ഇതൊക്കെ അതിൻ്റെ പെർഫോമൻസ് എത്ര വർഷത്തേക്കാണ് ഗ്യാരണ്ടീഡ് എന്ന് പറയുന്നതാണ് പെർഫോമൻസ് ഗ്യാരണ്ടി. ഈ സമയത്ത് അതിൻ്റെ എഞ്ചിനോ അതിൻ്റെ മറ്റ് പാർട്സിനോ തകരാറായി കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യുന്ന വിധത്തിലുള്ള ഗ്യാരണ്ടിയാണ് പെർഫോമൻസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ലൈഫ് ടൈം ഗ്യാരണ്ടി, ജീവിതകാലം മുഴുവനുള്ള ഗ്യാരണ്ടി എന്നാണ് നമ്മൾ അതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഉപഭോക്താവ്, നമ്മൾ വാങ്ങിച്ച ആളുടെ ആയുസ്സിനുള്ള ഗ്യാരണ്ടി, അത്രയും കാലത്തേക്കുള്ള ഗ്യാരണ്ടി എന്നല്ല അതിനർത്ഥം. സാധനത്തിൻ്റെ ലൈഫ് ടൈം എത്രയാണോ അതിൻ്റെ ഗ്യാരണ്ടി എന്നുള്ളതാണ് അതിനർത്ഥം. സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ് മറ്റൊന്ന്. നമുക്ക് പൂർണ്ണമായി സംതൃപ്തി കിട്ടിയില്ല എങ്കിൽ തിരിച്ചെടുക്കുന്ന കണ്ടീഷൻസുള്ള ഗ്യാരണ്ടി ഉണ്ട്. മാനുഫാക്ചർ ഗ്യാരണ്ടിയാണ്. അതായത് 2 വർഷത്തേക്ക് മാനുഫാക്ചർ ചെയ്ത ആൾ തരുന്ന ഗ്യാരണ്ടി. അതിൻ്റെ നിർമ്മാണത്തിലുള്ള തകരാറുകൾ അത് പരിഹരിക്കും എന്നുള്ളതാണ് ഗ്യാരണ്ടി. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രിഡ്ജ് അതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് വരുന്ന റെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തകരാറുകൾ, ഇതൊന്നും മാനുഫാക്ചർ ഗ്യാരണ്ടിയിൽ കവർ ചെയ്യില്ല. നമ്മൾ കൃത്യമായിട്ടും ഫ്രിഡ്ജിനെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. തീർത്തും മെയിൻ്റനൻസ് ചെയ്യാതെ ഉപയോഗിച്ചത് കൊണ്ടുണ്ടാകുന്ന ഡാമേജുകൾ അല്ലെങ്കിൽ ഉപകരണത്തിനുണ്ടാകുന്ന തകരാറുകൾ ഈ ഗ്യാരണ്ടിയിൽ റിപ്പയർ ചെയ്യില്ല. എക്സ്റ്റൻഡഡ് വാറണ്ടിയാണ്. വാറണ്ടിക്ക് അഡീഷണലായിട്ട് എക്സ്റ്റെൻഡ്, അത് നമ്മൾ സെപ്പറേറ്റ് വീണ്ടും പേയ്മെൻറ്റ് കൊടുത്തിട്ട് ആണ് പലപ്പോഴും ഇപ്പോൾ വാങ്ങിക്കുന്നത്. ബാങ്ക് ഗ്യാരണ്ടിയാണ്. ബാങ്ക് ഗ്യാരണ്ടി പലപ്പോഴും വരുന്നത് കൺസ്ട്രക്ഷൻ സൈറ്റിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോൺട്രാക്ട്
പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടിയാണ് അടുത്തത്, PBG എന്നറിയപ്പെടും. ഇത് കരാറുകാരാണ് മെയിനായിട്ട്, അതായത് കോൺട്രാക്ട് വർക്ക് എടുക്കുന്ന ആൾക്കാരാണ്. ഈ വർക്ക് പൂർണ്ണമായിട്ടും കൃത്യമായിട്ടും കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടിയാണ് സാധാരണ ഇതിൽ PBG പെർഫോമൻസ് ബാങ്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഫണ്ട് ബാങ്കിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത്, വായ്പകൾ എടുക്കുന്ന സമയത്ത് ബോണ്ടുകളും ലീസിങ് ആവശ്യമായ ഡീറ്റെയിലൊക്കെ കൊടുക്കുന്നതിനാണ് ഫൈനാൻഷ്യൽ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോഡക്റ്റ് ഗ്യാരണ്ടിയാണ് അടുത്തത്. ഫാൻ, മിക്സി ഇതൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ആ പ്രോഡക്റ്റിന് കിട്ടുന്ന നിർമ്മാതാവോ അല്ലെങ്കിൽ സപ്ലയർ നൽകുന്ന ഗ്യാരണ്ടി. സർവീസ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫിംഗ്, ടെർമൈറ്റ് കൺട്രോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് തരുന്ന 5 വർഷം അല്ലെങ്കിൽ 10 വർഷം പോലെയുള്ള. നേരത്തെ ഗ്യാരണ്ടിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇനി എത്ര ടൈപ്പ് വാറണ്ടികൾ ഉണ്ടെന്ന് നോക്കാം നമുക്ക്. മാനുഫാക്ചേഴ്സ് വാറണ്ടി, ഇത് നിർമ്മാതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കിയ ആൾ എന്തെങ്കിലും തരാറുണ്ടെങ്കിൽ ആ മാനുഫാക്ചർ തരുന്ന വാറണ്ടിയാണിത്. 2 വർഷം റെഫ്രിജറേറ്ററിന്, ഫ്രിഡ്ജിന് വാറണ്ടി നൽകുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന തകരാറുകൾ റിപ്പയർ ചെയ്ത് നൽകും. സെല്ലേഴ്സ് അല്ലെങ്കിൽ ഡീലറുടെ വാറണ്ടി, എക്സ്പ്രസ് വാറണ്ടി, ഇങ്ങനെ പല വിധത്തിൽ. ഇനി ഇംപ്ലൈഡ് വാറണ്ടിയാണ് നമ്മൾ അറിയപ്പെടേണ്ട ഒരു കാര്യം. ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഒരു ഫാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് കറങ്ങി നമുക്ക് കാറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർമ്മാതാവ് അല്ലെങ്കിൽ അത് മാനുഫാക്ചർ അങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിയമപരമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു സംരക്ഷിത വാറണ്ടിയാണ് ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയുന്നത്. മിക്സി അത് അരക്കാനുള്ളതാണ്, അത് അരയണം എന്നുള്ളത് അത് ഇംപ്ലൈഡ് വാറണ്ടിയിൽ പെടുന്ന കാര്യമാണ്. അത് അറിയുന്നില്ല എങ്കിൽ അത് തിരിച്ചു നൽകാനും മാറ്റി പുതിയ നൽകാനും ഉത്തരവാദിത്വം നിർമ്മാതാവിന് തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ലിമിറ്റഡ് വാറണ്ടിയാണ് പിന്നെയുള്ളത്. ഫുൾ വാറണ്ടി, അതായത് വാറണ്ടി കാലയളവിൽ അതിൻ്റെ ഉൽപ്പന്നത്തിന്, അതിൻ്റെ ഉപകരണത്തിന് എന്തെങ്കിലും തകരാറും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഉപകരണം പൂർണ്ണമായിട്ടും മാറ്റി സ്ഥാപിച്ചു തരിക അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്. ഈ എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുന്നത് വാറണ്ടി കഴിഞ്ഞ ശേഷം, അതിൻ്റെ ആദ്യകാല വാറണ്ടി കഴിഞ്ഞ ശേഷം അഡീഷണൽ ആയിട്ട് നൽകുന്ന വാറണ്ടിനെയാണ് എക്സ്റ്റൻഡ് വാറണ്ടി എന്ന് പറയുന്നത്. ഓൺ സൈറ്റ് വാറണ്ടി, ക്യാരി ഇൻ വാറണ്ടി, പിക്കപ്പ് ആൻഡ് റിട്ടേൺ വാറണ്ടി, വിധത്തിലുള്ള വാറണ്ടികളുണ്ട്. റീപ്ലേസ്മെൻറ്റ് വാറണ്ടി, നമ്മൾ ബൾബും ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1 വർഷത്തേക്കൊക്കെ റീപ്ലേസ് ചെയ്യാനുള്ള വാറണ്ടി കിട്ടാറുണ്ട്. പാർട്സ് വാറണ്ടി, ഇപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ PCBയും കൺട്രോൾ ബോർഡൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പാർട്സ് മാറ്റി കിട്ടുന്ന വാറണ്ടിയാണ് പാർട്സ് വാറണ്ടി എന്ന. ലേബർ വാറണ്ടി, റിപ്പയർ ചെയ്ത ലേബർ കോസ്റ്റ് മാത്രം കവർ ചെയ്യുന്ന വാറണ്ടിയാണ് ലേബർ വാറണ്ടി. പെർഫോമൻസ് വാറണ്ടി ഉണ്ട്. സ്ട്രക്ചറൽ വാറണ്ടിയാണ് അടുത്തത്, അതായത് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 5 മുതൽ 10 വർഷം വരെ അതിൻ്റെ വാറണ്ടി നൽകുക, സ്ട്രക്ചറൽ വാറണ്ടി നൽകുക തുടങ്ങിയത് സാധാരണഗതിയിൽ എല്ലാ കോൺട്രാക്റ്റിലും പെടുത്തുന്ന കാര്യങ്ങളാണ്. ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. റിട്ടേൺ ടു ബേസ് വാറണ്ടി ഉണ്ട്. ഈ ലൈഫ് ടൈം വാറണ്ടി എന്ന് പറയുന്നത് ഉൽപ്പന്നത്തിൻ്റെ കാലയളവാണ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ലൈഫ് ടൈം എന്നത് അത് ഉപയോഗിക്കുന്ന ആളുടെ ലൈഫ് ടൈം അല്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന് വാച്ച്, ചെയർ, ഇതിനൊക്കെ ലൈഫ് ടൈം വാറണ്ടി പലപ്പോഴും കൊടുക്കാറുണ്ട്. വാറണ്ടി എന്താണെന്നും ഗ്യാരണ്ടി എന്താണെന്നും നിങ്ങൾ ഏകദേശം മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് ചില ഉപകരണങ്ങൾ, നിങ്ങൾ വീട്ടിലേക്ക് വാങ്ങിച്ചിരുന്ന ചില ഉപകരണങ്ങളുടെ വാറണ്ടി ഗ്യാരണ്ടിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് വീഡിയോ അവസാനിപ്പിക്കാം. ഫ്രിഡ്ജ് നിങ്ങൾ എല്ലാ വീട്ടിലേക്കും വാങ്ങിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ വാറണ്ടിയാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഈ 1 വർഷത്തെ വാറണ്ടിയിൽ, ഫ്രിഡ്ജിൻ്റെ 1 വർഷത്തെ വാറണ്ടിയിൽ കവർ ചെയ്യുന്നത് അതിൻ്റെ കൺട്രോൾ ബോർഡ്, അതിൻ്റെ റെഫ്രിജറൻറ്റ് തുടങ്ങി അതിൽ കോപ്പർ ട്യൂബ്, അതിനുള്ള ലീക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെയാണ് ഈ 1 വർഷത്തെ വാറണ്ടിയിൽ കവർ ചെയ്യുന്നത്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫ്രിഡ്ജ് ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചില്ല എങ്കിൽ ഈ വാറണ്ടി ഒന്നും തന്നെ കവർ ചെയ്യില്ല. ഉദാഹരണത്തിന് ഫ്രിഡ്ജ് മഴയും വെയിലും കൊള്ളുന്ന ഒരു സ്ഥലത്താണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കാം, ഈ വാറണ്ടി കവർ ചെയ്യില്ല. ഡാമേജ്, നിങ്ങൾ ഉപയോഗിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഡാമേജുകൾ ഇത് കവർ ചെയ്യില്ല. സ്ക്രാച്ചസ് വല്ലതും സംഭവിക്കാൻ കവർ ചെയ്യില്ല. റെസ്റ്റ്, ഫ്രിഡ്ജിൻ്റെ താഴത്തും സൈഡിലൊക്കെ റെസ്റ്റ്, നിങ്ങളുടെ ഉപയോഗം കാരണം ഉണ്ടാകുന്ന റെസ്റ്റ് കവർ ചെയ്യില്ല. ഫ്രിഡ്ജ് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതിൻ്റെ ബോട്ടം ഏറ്റവും താഴെ ഭാഗം വളരെ പെട്ടെന്ന് റെസ്റ്റ് ചെയ്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് വളരെ ലോ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. 1 വർഷത്തിനുള്ളിൽ ഒന്നും സംഭവിക്കില്ല, എന്നാൽ 2-3 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ അടിവശമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്തിട്ട് കാണാം. അത് നിങ്ങളുടെ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് തെറ്റായ ഉപയോഗം കൊണ്ടല്ല, ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ വളരെ മോശം ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് റെസ്റ്റ് വരുന്നത്. അത് വാറണ്ടി കവർ ചെയ്യുമില്ല. ഈ 1 വർഷം കഴിഞ്ഞാൽ അത് വാറണ്ടി കവർ ചെയ്യില്ല. ഇനി കംപ്രസർ തന്നെ 10 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഈ കംപ്രസർ ഉള്ള വാറണ്ടി നിലനിൽക്കുന്നത് ഒരു മിന്നൽ കാരണമോ അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് കാരണമോ കംപ്രസറിന് എന്തെങ്കിലും തകരാറ് സംഭവിക്കുകയാണെങ്കിൽ ഈ വാറണ്ടി പിന്നെയും വീണ്ടും കവർ ചെയ്യില്ല എന്നുള്ളൊരു ക്ലോസ് കൂടി ഈ വാറണ്ടി കാർഡിൽ എവിടെയെങ്കിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെയാണ് TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ, മിക്സി, ഇതൊക്കെ ഏകദേശം ഇതേപോലെയുള്ള കണ്ടീഷൻസാണ് വരുന്നത്. പല വിധത്തിലുള്ള പമ്പുകളുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പമ്പുകൾ വാങ്ങിക്കുക. ഏതാണോ എത്ര ഹെഡാണോ എന്നൊക്കെ നോക്കി കൃത്യമായിട്ട് പമ്പ് വാങ്ങിച്ചു കഴിഞ്ഞ് അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വരിക. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനെയൊക്കെ ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ടോ എന്നുള്ളതാണ്. കാരണം പമ്പ് നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് അല്ലെങ്കിൽ സബ്മർസിബിൾ മോട്ടറൊക്കെ ഇറക്കിയ ശേഷം ആ തകരാറ് കണ്ട് വീണ്ടും 1 വർഷത്തിനുള്ളിൽ പുറത്തെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ മോട്ടോറിനേക്കാളും വലിയ ചാർജ് നമുക്ക് അതിൻ്റെ ഓപ്പറേറ്റർമാർക്ക് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിനൊക്കെ ഓൺ സൈറ്റ് വാറണ്ടി ഉണ്ടോ എന്നാണ്. അതായത് സൈറ്റിൽ വന്നിട്ട് കിണറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഇപ്പം മോട്ടോർ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അവിടെ വന്ന് റിപ്പയർ ചെയ്യുമോ, അല്ലെങ്കിൽ ഇത് കൊണ്ടുപോകാനും കൊണ്ടുവരാനുള്ള ചാർജ് ആര് ഏറ്റെടുക്കും എന്നുള്ള
നോക്കിയിട്ട് വേണം ഇതിൻ്റെ വാറണ്ടി ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ള സബ്മേഴ്സിബിൾ പമ്പിൻ്റെയാണ്. നമ്മൾ സബ്മേഴ്സിബിൾ പമ്പ് സാധാരണ ഇതിൽ ബോർവെല്ലിലാണ് സാധാരണ ഇതിൽ ഇറക്കുന്നത്. ഓപ്പൺ വെൽ സബ്മേഴ്സിബിൾ പമ്പും ഉണ്ട്. എന്നാൽ ബോർവെല്ലിൽ ഒരു 100, 200, 300 അടി താഴത്തേക്ക് ഇറക്കുന്ന ഒരു പമ്പ് എന്തെങ്കിലും കാരണവശാൽ അത് വർക്ക് ചെയ്യാതിരിക്കുകയും 1 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വാറണ്ടി ടൈമിൽ അത് പുറത്തേക്ക് എടുത്ത് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയും വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വലിയൊരു ചിലവ് നമുക്ക് വരും. അങ്ങനെയുള്ള കണ്ടീഷൻ എന്താണ് വാറണ്ടി എന്ന് വളരെ വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് വേണം ആ കമ്പനിയുടെ മോട്ടോർ അല്ലെങ്കിൽ പമ്പ് ബോർവെൽ പമ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതിനിടയ്ക്ക് ഒരു ചെറിയ രസകരമായ ഒരു വാറണ്ടിയുടെ കാര്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. വീട്ടിലെ നിങ്ങളുടെ ഭാര്യമാരും അമ്മമാരൊക്കെ ഫ്രൈങ് പാൻ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലെ? ഫ്രൈങ് പാൻ, ദോശ പാൻ, കടായി പാൻ എന്നൊക്കെ പറയുന്ന പാൻ വാങ്ങിച്ചിട്ടുണ്ടാവും. അതിൻ്റെ വാറണ്ടി തീർച്ചയായിട്ടും ഏതെടുത്താലും അതിൻ്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ടാവും 1 വർഷം വാറണ്ടി. പ്രഷർ കുക്കറിനൊക്കെ വാറണ്ടി ഉണ്ട് 1 ഇയർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൊടുക്കുന്ന കമ്പനികളുണ്ടെന്ന് തോന്നുന്നു ഇപ്പോഴും. അതിൻ്റെ വാറണ്ടി കണ്ടീഷൻ എന്താണെന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? അതിലെഴുതിയിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. അത് നിങ്ങൾ ഈ സാധനം ഇതാരാണോ ഉണ്ടാക്കിയിരിക്കുന്നത് അയാൾക്ക് അയച്ചു കൊടുക്കുക, അതിൻ്റെ ചാർജ് നിങ്ങൾ വഹിക്കണം. ഇനി ഇത് മാനുഫാക്ചറിങ് കടയിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരത് റിപ്പയറബിൾ ആണെങ്കിൽ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എക്സ്പെൻസിൽ അത് അവിടെ പോയി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് വാങ്ങിക്കുകയോ വേണം. കടക്കാരോ മാനുഫാക്ചർ ചെയ്ത അവരോ ഇതിന് യാതൊരു ഉത്തരവാദികളുമല്ല. ഇതൊക്കെയാണ് ആ കാർഡിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം 2000 രൂപ കൊടുത്തിട്ട് ഒരു ഫ്രൈങ് പാൻ വാങ്ങിച്ചിട്ട് അത് 2 പ്രാവശ്യം നമ്മൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാരണം മാനുഫാക്ചർക്ക് അയക്കുകയും തിരിച്ചു വാങ്ങിക്കേണ്ടിയും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയാമല്ലോ. അപ്പോൾ വാറണ്ടി കൊണ്ട് യാതൊരു ഗുണവുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ വാറണ്ടി എന്ന് പറയുമ്പോൾ 2 വട്ടം ആലോചിക്കുക, ഈ വാറണ്ടി കൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്തെങ്കിലും ഗുണമുണ്ടോ എന്നുള്ളത്. ബാറ്ററി, കാർ ബാറ്ററികൾ പല ടൈപ്പ് പല യൂസുള്ള ബാറ്ററികളുണ്ട്. പലതും കാറിൽ ഉപയോഗിക്കുന്നുണ്ട്, UPSൽ ഉപയോഗിക്കുന്നുണ്ട്, സോളാർ ഇൻവെർട്ടറിൽ ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ ഇതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 2 വർഷം മുതൽ 5 വർഷം വരെ വാറണ്ടി കൊടുക്കുന്ന പല കമ്പനികളുമുണ്ട്. എന്നാൽ ഇതിൻ്റെ വാറണ്ടിയുടെ ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചു നോക്കൂ. 2 വർഷം വരെ റീപ്ലേസബിൾ വാറണ്ടിയാണ്, അല്ലെങ്കിൽ 2.5 വർഷം വരെ. 2.5 വർഷം എന്ന് പറഞ്ഞാൽ ഏകദേശം 30 മാസം. 31ാമത്തെ മാസം, അതായത് 30 മാസം കഴിഞ്ഞ് ഒരു ദിവസമായി കഴിഞ്ഞാൽ ഇത് പെർഫോമൻസ് വാറണ്ടി അല്ലെങ്കിൽ പെർസെൻറ്റേജ് വാറണ്ടിയിലേക്ക് കടക്കും. അതായത് 2.5 വർഷം വരെ വാറണ്ടി ഉണ്ടെങ്കിൽ 2.5 വർഷം അത് റീപ്ലേസ് ചെയ്യാനുള്ള വാറണ്ടിയും, അതായത് 30 മാസം പൂർണ്ണമായിട്ട് റീപ്ലേസ് ചെയ്യുകയും പിന്നീട് അത് പെർസെൻറ്റേജ് വാറണ്ടിയിലേക്ക് കടക്കും. പെർസെൻറ്റേജ് വാറണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് കിട്ടുക 45% താഴത്തേക്കാണ് അതിൻ്റെ വാല്യൂ കിട്ടുക. അതായത് 100 രൂപ കൊടുത്ത് വാങ്ങിച്ച ഒരു സാധനം 5 വർഷം വാറണ്ടി എന്ന് പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ 2.5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ പിന്നീട് 45 രൂപയായിട്ട് മാറും. ഇതാണ് വളരെ സിമ്പിളായിട്ട് 40% എന്ന് പറയുമ്പോൾ വരുന്ന വാല്യൂ അതാണ്. പിന്നീടുള്ള ഓരോ മാസവും കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി സാധാരണ ഇതിലൊരു പുതിയ ബാറ്ററി വാങ്ങിക്കുമ്പോൾ ഏകദേശം 15% ഡിസ്കൗണ്ട്, 15 മുതൽ 20% വരെ നമുക്ക് ഡിസ്കൗണ്ട് തരാറുണ്ട് നമ്മൾ ബാറ്ററി തിരിച്ചു കൊടുക്കും, അതായത് പഴയ ബാറ്ററി തിരിച്ചു കൊടുക്കുമ്പോൾ. എന്നാൽ ഈ ഒരു കേസിൽ നിങ്ങൾ 2.5 വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ 2.5 വർഷം കഴിഞ്ഞ ഉടനെ അതിൻ്റെ വാറണ്ടി അത് ബാറ്ററി തയ്യാറാവുകയും അതിൻ്റെ ടോട്ടൽ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി അല്ലാതെ അതിൻ്റെ പെർസെൻറ്റേജ് വാറണ്ടിയിൽ വരികയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 40% വാറണ്ടിയിലാണ് ആ സാധനം വാങ്ങിക്കുന്നത്, പുതിയത് വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 15% എന്നുള്ള മാനുഫാക്ചർ തരുന്ന ഒരു ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല. ഡീസൽ ജനറേറ്റർ, ട്രാൻസ്ഫോമർ, പാനൽ, ലിഫ്റ്റ്, എസ്കലേറ്റർ തുടങ്ങി ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ തന്നെയും വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എപ്പോൾ നമുക്ക് സപ്ലൈ ചെയ്തോ അന്ന് മുതൽ അതിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ ട്രാൻസ്ഫോമർ വാങ്ങിച്ചിട്ട് ബിൽഡിംഗ് കംപ്ലീറ്റ് ആവാൻ, നമ്മൾ കമ്മീഷൻ ചെയ്യാൻ ബിൽഡിംഗ് റെഡി ആവാൻ വേണ്ടിയിട്ട് ഏകദേശം 2 വർഷം എടുത്തു കഴിഞ്ഞാൽ 2 വർഷം കഴിഞ്ഞ് ട്രാൻസ്ഫോമർ കമ്മീഷൻ ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വാറണ്ടി തീർന്നിട്ടുണ്ടാവും. പിന്നീട് ട്രാൻസ്ഫോമർ ലോഡ് ചെയ്ത് അതിന് ട്രാൻസ്ഫോമർ പവർ കൊടുത്ത ഉടനെ എന്ത് സംഭവിച്ചാലും അതിന് പിന്നീട് വാറണ്ടി കിട്ടില്ല. നമുക്ക് വീണ്ടും പുതിയ ട്രാൻസ്ഫോമർ നമ്മുടെ കയ്യിൽ നിന്ന് പുതിയ ട്രാൻസ്ഫോമറിൻ്റെ കാശ് വീണ്ടും പോവുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴാണോ എക്യുപ്മെൻറ്റ് ആവശ്യമുള്ളത് ആ സമയത്തും അതിനോട് തൊട്ടടുത്ത് മാത്രം ഈ എക്യുപ്മെൻറ്റൊക്കെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരാറുണ്ട്. ലിഫ്റ്റൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്ന് മുതൽ അത് സപ്ലൈ ചെയ്ത് അന്ന് മുതൽ അതിൻ്റെ വാറണ്ടി സ്റ്റാർട്ട് ചെയ്യും. ലിഫ്റ്റിനൊക്കെ 1 വർഷമാണ് സാധാരണ ഇതിൽ മാക്സിമം വാറണ്ടി കൊടുക്കുന്നത്. എസ്കലേറ്ററിനും അതുപോലെ തന്നെ. ബിൽഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോൾ ലിഫ്റ്റും എസ്കലേറ്ററൊക്കെയുള്ള ബിൽഡിംഗ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും 2 വർഷം 3 വർഷമൊക്കെ എടുക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ വാറണ്ടി തീർന്നിട്ടുണ്ടാവും. ഗോൾഡിന് വാറണ്ടിയാണോ ഗ്യാരണ്ടിയാണോ? നമ്മളെല്ലാവരും വാങ്ങിക്കാറുണ്ട് അല്ലേ? ഗോൾഡിന് വാറണ്ടിയുണ്ട്, ഗ്യാരണ്ടിയുണ്ട്. പക്ഷേ ചില ലിമിറ്റഡ് കണ്ടീഷൻസിൽ മാത്രമാണെന്നത്. അതായത് ഗോൾഡിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ്, സ്റ്റോൺ സെറ്റിംഗ് ഡിഫക്റ്റ്, അതിൻ്റെ ഹുക്ക്, ലോക്ക് ഡിഫക്റ്റ്, സോൾഡറിങ് ഡിഫക്റ്റ് തുടങ്ങിയവയ്ക്കാണ്. ഹോൾമാർക്ക് തരുന്നത് അതിൻ്റെ ഗ്യാരണ്ടിയാണ്. അതായത് 24 ക്യാരറ്റ് ഗോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 99.9% പ്യൂരിറ്റി ഉള്ളതാണ്. 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ 91.6% പ്യൂരിറ്റി ഉള്ളതാണ് എന്നൊക്കെയുള്ളത് ഗോൾഡിൻ്റെ ഹോൾമാർക്ക് ഗ്യാരണ്ടിയാണ് തരുന്നത്. ഇതുകൂടാതെ ബൈബാക്ക് ഗ്യാരണ്ടി, എക്സ്ചേഞ്ച് ഗ്യാരണ്ടി, ലൈഫ് ടൈം മെയിൻ്റനൻസ് ഗ്യാരണ്ടി, മാനുഫാക്ചറിങ് ഗ്യാരണ്ടി. അപ്പോൾ ഇനി ഗോൾഡ് വാങ്ങിക്കുമ്പോൾ ഈ കാര്യങ്ങളോട് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സോളാർ പാനലാണ്.
സോളാർ പാനൽ, സോളാർ സിസ്റ്റം ഇപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോളാർ പാനലിൻ്റെ വാറണ്ടി നിങ്ങൾക്ക് എത്ര വർഷം തന്നിട്ടുണ്ട്? 24 വർഷം അല്ലെങ്കിൽ 25 വർഷം അല്ലേ? എന്താണ് ഇതിൻ്റെ കണ്ടീഷൻ? 25 വർഷം സോളാർ പാനൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യുന്നു എന്നാണോ? തീർച്ചയായിട്ടും അല്ല. നിങ്ങൾക്ക് 12 വർഷമാണ് മാക്സിമം അത് റീപ്ലേസബിൾ വാറണ്ടി ആയിട്ട് തന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് തന്നിട്ടുണ്ടാവുക. ബാക്കി 12 വർഷം പെർഫോമൻസ് വാറണ്ടിയാണ്. അതായത് 90%, 80%, 85% തുടങ്ങി അതിൻ്റെ പെർഫോമൻസ് കുറയുകയാണെങ്കിൽ മാത്രമേ അതിന് വാറണ്ടി നിലനിൽക്കും. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളോട് കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ചെക്ക് ചെയ്യുക നിങ്ങളുടെ എക്യുപ്മെൻറ്റ്, നിങ്ങൾ വാങ്ങിയ സാധനത്തിന് ഓൺ സൈറ്റ് വാറണ്ടി അവൈലബിൾ ആണോ എന്നുള്ളത്. അതായത് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് റിപ്പയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് വാറണ്ടി കാർഡിൽ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. എക്സ്റ്റൻഡഡ് വാറണ്ടി എടുക്കുമ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. എഞ്ചിനീയേഴ്സ് മെൻറ്റർ എന്ന ചാനൽ ഇതുപോലെയുള്ള സബ്ജക്റ്റുകളാണ് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ഈ സബ്ജക്റ്റ് വാറണ്ടി ആൻഡ് ഗ്യാരണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള പല വിധത്തിലുള്ള എക്സ്പീരിയൻസും അഭിപ്രായങ്ങളും ഉണ്ടാവും. ഷെയർ ചെയ്യുക. എഞ്ചിനീയേഴ്സ് മെൻറ്റർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.